ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും കൂടുതൽ ആളുകളും. സോ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ കുറേ ആളുകൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവും, കുറേ ആളുകൾക്ക് സന്തോഷങ്ങൾ ഉണ്ടാവും. എന്തിനാണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ അതിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഞാനൊരു ഡെമോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ TGP എന്ന് പറയുന്ന ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം ഗ്രേഡ് പോയിന്റിൽ ഒരിക്കലും കൃത്യമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഗ്രേഡ് പോയിന്റിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് 90-ൻ്റെയും ഇപ്പോൾ ഒരു 100 മാർക്കിൻ്റെ ചോദ്യപേപ്പർ ആണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് ഇപ്പോൾ മാത്സ്, സോഷ്യൽ, ഇംഗ്ലീഷ് ഈ 3 സബ്ജക്റ്റ് 100 മാർക്കിനാണ് വരിക. 80 മാർക്ക് എഴുതിയിട്ടും 20 മാർക്ക് സി മാർക്ക്, അങ്ങനെ 100 മാർക്കാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് എഴുതിയിട്ട് 90 മാർക്കിൻ്റെയും 100 മാർക്കിൻ്റെയും ഇടയിലോ അല്ലെങ്കിൽ 90 മാർക്കോ ആണ് എങ്കിൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഗ്രേഡ് A+ ആണ്. അപ്പം ഒരു കുട്ടി മാത്സിൽ നന്നായിട്ട് എഴുതി 99 മാർക്കും വാങ്ങി, ഒരു കുട്ടി 90 മാർക്കാണ് വാങ്ങിയത്. 2 പേർക്കും A+ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെയാണ് നമ്മൾ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഗ്രേഡ് പോയിന്റ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. അപ്പം A+ നമ്മൾ കൊടുക്കുന്ന ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞത് 9 ആണ്. A ഗ്രേഡിനാണെങ്കിൽ 8. അങ്ങനെ ഓരോ ഗ്രേഡും താഴ്ന്നതനുസരിച്ച് ഓരോന്നും ഇങ്ങനെ കുറഞ്ഞു വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0 to 29 മാർക്കാണ് കിട്ടിയതെങ്കിൽ ആ കുട്ടി ഫെയിലാണ്. ആ കുട്ടിക്ക് പെർസെൻറ്റേജ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം കുട്ടി ഫെയിലാണ്. അത് നോക്കേണ്ട ആവശ്യം തന്നെയല്ല. ഓക്കെ, അപ്പോൾ D+ മുതലാണ് നമ്മൾ ഗ്രേഡ് പോയിന്റിലേക്ക് നമ്മൾ മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ D+ൻ്റെ ഈ കാണുന്ന ഗ്രേഡ് ഞാനൊരു ഉദാഹരണത്തിന് ഒരു ഡമ്മി ഗ്രേഡ് പോയിന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആദ്യം TGP കണ്ടുപിടിക്കാൻ നോക്കാം, ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. ഓക്കെ, അതിനുവേണ്ടി ആദ്യം നമുക്കറിയാം A+ൻ്റെ ഗ്രേഡ് എന്ന് പറഞ്ഞത് 9 ആണ്. A+ൻ്റെത് 9 ആണ്. അപ്പോൾ ആദ്യം A+കളൊക്കെ അങ്ങ് എഴുതി വെക്കുക. 9 വേറെ A+ ഉണ്ടോ? 9. അപ്പം A+ എല്ലാം എഴുതി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നിങ്ങൾക്ക് 5 A+ ഉണ്ടെങ്കിൽ 9 5കൾ ഉണ്ടാവും. 5 9കൾ ഉണ്ടാവും. അടുത്തത് A ഗ്രേഡാണ്. A ഗ്രേഡ് എത്ര ഉണ്ട് നോക്കാം. A ഗ്രേഡ് 1, ഒരു A ഗ്രേഡേ ഉള്ളൂ, അതിനോട് 8 എന്ന് ഇടുന്നു. A ഗ്രേഡ് കഴിഞ്ഞാൽ പിന്നെ B+ ആണ്, അത് 7 ആണ്. 7. പിന്നെ B ആണ് 6, പിന്നെ C+ ആണ് 5. അപ്പം നമ്മൾ നമുക്ക് ഏതാണോ ഗ്രേഡ് കിട്ടിയത് അതായത് 10 A+ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 100% ആ കുട്ടിയുടെ മാർക്ക് എന്ന രീതിയിലേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ സിമ്പിളാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന മാർക്കെല്ലാം നിങ്ങൾ കൂട്ടുക. TGP എത്ര കിട്ടും? 9 9 18, 9 18 27 36, 36 43, 43 50, 58 64 70 75. ഈ ഗ്രേഡ് പോയിന്റ് 75 ആണ്. അപ്പോൾ പല കുട്ടികളും വിചാരിക്കുന്നത് ഗ്രേഡ് പോയിന്റ് 75% എന്ന് വിചാരിക്കും. പക്ഷേ മക്കളെ, നിങ്ങളുടെ പെർസെൻറ്റേജ് 75% ആ കിട്ടിയ ഗ്രേഡ് പോയിന്റിനെ നിങ്ങൾ 100/90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ 75 × 10/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 75 × 1.111 ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10/9 എന്ന് എത്രയാണ്? 1.111 ആണ്. സോ ഈ കുട്ടി കിട്ടിയ മാർക്ക് എത്ര നോക്കാം ആദ്യം. 75. അപ്പോൾ ഈ കുട്ടിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 83.3% കേട്ടോ. 83% ആണ്. അതായത് ഗ്രേഡ് പോയിന്റ് 75 കിട്ടിയ ഒരു കുട്ടിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 83% ആണ്. ഇതുപോലെ നിങ്ങൾക്കും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഈ ഗ്രേഡ് പോയിന്റ് എല്ലാം എഴുതിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ 1.111 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. സിമ്പിളായിട്ട് അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സൈലത്തിൻ്റെ ക്ലാസ് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. കൂടാതെ സൈലം ക്ലാസ് +1 എന്ന് പറയുന്ന കൊമേഴ്സിൻ്റെയും സയൻസിൻ്റെ ഒക്കെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. വീഡിയോ ഉപകാരപ്പെടുന്ന പ്രതീക്ഷയോടുകൂടി ബൈ.